ഹലോ. അപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരുപാട് ആൾക്കാർ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരു 14 വയസ്സുള്ള കുട്ടി ഒരു പെണ്ണ് ലിഫ്റ്റ് കൊടുത്തപ്പം ചോദിച്ച കാര്യങ്ങൾ. ഓക്കെ, അപ്പം എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അതായത് കുറേ ആൾക്കാർ പറഞ്ഞു, അയ്യോ ഈ 14 വയസ്സുള്ള കുട്ടി എങ്ങനെ ഇങ്ങനെ പറഞ്ഞേന്നൊക്കെ. യാതൊരു വിധത്തിലുള്ള അത്ഭുതം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഒരു വീഡിയോൻ്റെ അകത്ത് പറഞ്ഞതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ വൾഗർ മെസ്സേജസ് അയക്കുന്നുള്ളത് ഒരു 10ാം ക്ലാസ്, +1 +2 ആ ഒരു ഏജിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ മോശം മെസ്സേജ് അയക്കുന്നത്. നമുക്ക് തന്നെ ഭയങ്കര ഒരു ഷോക്കിംഗ് ആയി തോന്നും. കാരണം അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് അയ്യോ ഈ കുഞ്ഞു മക്കളാണോ ഇങ്ങനെയെല്ലാം പറയുന്നതെന്നുള്ളത്. അപ്പം ആ ചോദിച്ചിട്ട് എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല. അതിനപ്പുറം ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ ഒരുപാട് ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു. അതായത് ആ കുട്ടി ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ, പെർമിഷൻ ചോദിച്ചതല്ലേ. ലൈക്ക് സീരിയസ്ലി 23 വയസ്സുള്ള അവർക്ക് പറയാം അത് ഭയങ്കര എന്താ പറയല്, എന്തോ പോലെ തോന്നി. മനസ്സിലായില്ലേ? അപ്പം തെറ്റാണത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് വയസ്സിന്റെ അല്ല കേട്ടോ. 14 വയസ്സുള്ള ആളായാലും 30 വയസ്സുള്ള ആളായാലും അങ്ങനെ ഒരു കാര്യം ഒരാളടുത്ത് ചോദിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പം ആ 23 വയസ്സുള്ള അത് ഫേസ് ചെയ്യേണ്ടി വന്ന ആള് അവിടെ ഇറക്കി പോവല്ല വേണ്ടത്. എൻ്റെ ഒക്കെ ഒരു അഭിപ്രായത്തിലുണ്ടല്ലോ, നിങ്ങൾ മാക്സിമം റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഗേൾസിൻ്റെ അടുത്താണ്. ബോയ്സിനാണ് ഇങ്ങനെ വല്ല അനുഭവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും നിങ്ങളുടെ ബോഡി പാർട്ട് ഞാൻ പിടിച്ചോട്ടെ എന്നൊക്കെ പെർമിഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സ്പോട്ടിൽ ഇതേപോലെ തന്നെ ചെയ്യാം, റിയാക്ട് ചെയ്യാം. ഗേൾസ് മാത്രമേ റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നില്ല, ബോയ്സിനും റിയാക്ട് ചെയ്യാം. അപ്പം രണ്ടാൾക്കാരും റിയാക്ട് ചെയ്യാം. കണക്കിന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വയസ്സ് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ചിട്ടിങ്ങനെ ഒന്ന് കൊടുക്കുക വേണ്ടത്. കണ്ണിന്ന് ഒറ്റയടിക്ക് കണ്ണിന്ന് പൊന്നീച്ച പാറണം. ഓന് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അയ്യോ ചേച്ചി സ്വന്തം അമ്മേന്റെ മുഖം ഇങ്ങനെ ഓർമ്മ വരണം. അതുപോലെ കൊടുക്കണം അടി. കാരണം അടി കിട്ടേണ്ട വഴിയാണല്ലോ ഇത്. ചെക്കൻ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അതാണല്ലോ. അല്ലാണ്ട് അവിടെ ഇറക്കിയിട്ട് പോവല്ല വേണ്ടത്. കാരണം നാളെ ഇപ്പം വേറൊരാളെ ലിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവനെന്ത് വിചാരിക്കും, ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല, എന്നെ അവിടെ ഇറക്കിയിട്ട് ഞാൻ പിന്നെ വല്ല ബസ്സിനോ ഓട്ടോക്കോ പോയാൽ മതി, അങ്ങനെ വിചാരിച്ച് കയറും. അപ്പം ചിട്ടിങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പെണ്ണിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അയ്യോ അന്ന് കിട്ടി ഇന്ന് കിട്ടുമോ അങ്ങനെ ചിന്തിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട് ബസ്സിൽ എന്തെങ്കിലും മിസ്ബിഹേവ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സഹിച്ചു നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ചോദിക്കുന്ന സമയത്ത് അവർ പറയും അവസാനം നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും നമ്മളെ കുറ്റം പറയും. പറഞ്ഞോട്ടെ, നിങ്ങൾക്കൊരു മനസ്സമാധാനം വേണ്ടേ? ഇപ്പം ഒരുത്തം നിങ്ങളെ പ്രൈവറ്റ് പാർട്ട് കയറി പിടിച്ചു വിചാരിച്ചോ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോയാൽ കിടന്ന ഉറക്കം വരുമോ? ഇല്ലല്ലോ, എന്തായാലും വരില്ല, 100% വരില്ല. അതേ സമയത്ത് അപ്പം സ്പോട്ടിൽ തന്നെ അതിന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. സീരിയസ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ളവർ എന്ത് പറയും, അതെല്ലാം നിങ്ങൾ നോക്കുന്നേ, ഓൻ കയറി പിടിച്ച് നിങ്ങളല്ലേ. ഓക്കെ, അപ്പം മാക്സിമം റിയാക്ട് ചെയ്യുക. ബസ്സിൽ നിന്ന് മാത്രമല്ല, എവിടെയാണെങ്കിലും ശരി റിയാക്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യുക. പിന്നെ ഇത് ഏജിന്റെ കാര്യമൊന്നുമല്ല കേട്ടോ. 14 വയസ്സ്, അതിനേക്കാളും ചെറിയ വയസ്സുള്ള മക്കള് അങ്ങനത്തെ ഓരോ മോശം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നും വലിയ കാര്യമില്ല. പിന്നെ ഒന്ന് വീട്ടിൽ നിന്ന് ആദ്യം പറയേണ്ടത് വീട്ടുകാരെയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് നിങ്ങൾ മര്യാദക്കുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതിന്റെ ബുദ്ധിമുട്ടാണിത്. കുറച്ച് ഫ്രീഡവും കാര്യങ്ങളൊക്കെ കൊടുക്കുക. മക്കളൊരു ഏജ് ആവുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു 10 വയസ്സാകുമ്പോൾ തന്നെ പറഞ്ഞു കൊടുത്തോ, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പം പുറത്ത് പോയിട്ട് ഇങ്ങനെയൊന്നും ചോദിക്കില്ല പെണ്ണുങ്ങളുടെ അടുത്ത്. രണ്ടാമത് പറയാനുള്ളത്, നമുക്ക് സ്കൂളിലൊക്കെ 4th വരെ ഗേൾസും ബോയ്സും മിക്സ് ആയിട്ടാണ് ഇരിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഗേൾസ് ഒരു ഭാഗത്ത് ബോയ്സ് ഒരു ഭാഗത്ത്. അതിൻ്റെ ഒക്കെ ആവശ്യം എന്തുള്ളത്? അപ്പം തന്നെ ഈ ബോയ്സിന്റെ മൈൻഡിലൊരു ഇത്, ഗേൾസ് എന്ന് പറഞ്ഞാൽ അയ്യോ മാറിയിരിക്കുന്നുണ്ട്, അപ്പം എന്തോ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു തോട്ട് വരും ഒരുപാട് ആൾക്കാരുടെ അടുത്ത്. അങ്ങനെ ഇരിക്കേണ്ട, ഇത് മീൻസ് സെപ്പറേറ്റ് ആക്കി ഇരുത്തേണ്ട കാര്യം എന്താ ഉള്ളത്? അവിടെ നിന്ന് തുടങ്ങി ഇത്. ഓക്കെ, പിന്നെ കോളേജിലാണെങ്കിൽ ഒരുപാട് കോളേജസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോയിൻ്റെ അടുത്ത് ഒരു ഗേള് ഒരു 10 മിനിറ്റിലധികം സംസാരിച്ചു കഴിഞ്ഞാൽ പ്രേമം തീർന്നു. പ്രേമം അപ്പോഴത്തേക്ക് വിളിപ്പിച്ചു ഓഫീസിലേക്കും സ്റ്റാഫ് റൂമിലേക്കെല്ലാം. എന്താ ഇത്? എനിക്കൊന്ന് കേരളത്തിൽ മാത്രം ഇങ്ങനെയുള്ളതെന്ന് തോന്നുന്നില്ലേ? ചിലപ്പോൾ ഇന്ത്യയിൽ മാത്രമായിരിക്കും. ഇന്ത്യയിൽ ഓക്കെ, അതവിടെ കിട്ടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഓരോ റീസൺ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഉണ്ടായി വരുന്നത്. ഓക്കെ,
അപ്പം കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കുക, ഭയങ്കര മോശമാണ് ഇങ്ങനെ പോയി ചോദിക്കുന്നതും ഒക്കെ കേട്ടാ. മെസ്സേജ് അയക്കുന്ന ഒരുപാട് ടീമുണ്ട് മക്കള്. പിന്നെ അത് കാണിച്ചു തരുമോ, ഇത് കാണിച്ചു തരുമോ, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടുന്നതാണ്. പിന്നെ ഇവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞുമക്കളല്ലേ, എന്താ പറയുക. ഓക്കെ, അപ്പം എല്ലാവരും സേഫ് ആയിരിക്കാം, റിയാക്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണം തോന്നുന്ന കാര്യങ്ങൾക്കൊക്കെ മടിച്ച് നിൽക്കാതെ റിയാക്ട് ചെയ്യാം. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ് ഗൈസ്.